നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന പ്രധാന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിലെ 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരെ മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന. കപ്പൽ സേനയുടെ നിയന്ത്രണത്തിലായി. കമാൻഡോകളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് കടൽക്കൊള്ളക്കാർ പിൻവാങ്ങിയതായി നാവികസേന അറിയിച്ചു. കപ്പലുടൻ സൊമാലിയൻ തീരം വിടും. യുദ്ധക്കപ്പലായ INS ചെന്നൈയാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകും. നിതിൻ, ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒന്നും സാഹചര്യത്തിലേക്ക് കടക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ കടൽ കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ചു പോയി എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. നേരത്തെ അറിഞ്ഞത് ഏതാണ്ട് 6 or 7 കടൽ കൊള്ളക്കാർ സായുധ സംഘം എന്ന നിലയിൽ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ്. അവരെ നേരിടാൻ തന്നെയായിരുന്നു ഈ കമാൻഡോകൾ, മറൈൻ കമാൻഡോകൾ ഇരച്ച് കയറിയത്. പക്ഷേ ഏറ്റുമുട്ടലിന് നിൽക്കാതെ അവർ പിൻവാങ്ങുകയായിരുന്നു അല്ലേ? വിജുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം ശക്തമായ മുന്നറിയിപ്പ് നാവികസേന നൽകിയിരുന്നു. ഉച്ചയ്ക്ക് തന്നെ നാവികസേനയുടെ വിമാനം ഈ കപ്പലിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. വൈകിട്ടോടുകൂടി തന്നെ യുദ്ധക്കപ്പലായ INS ചെന്നൈ ഈ കപ്പലിന് സമീപം എത്തുകയും അതിനുശേഷം ഹെലികോപ്റ്ററിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി കപ്പൽ ഉപേക്ഷിച്ചു പോകണം എന്നാണ് കടൽ കൊള്ളക്കാരോട് നാവികസേന ആവശ്യപ്പെട്ടത്. ഈ ഒരു മുന്നറിയിപ്പിൽ കടൽ കൊള്ളക്കാർ പിൻവാങ്ങി എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് തന്നെയാണ് നാവികസേന ഇപ്പോൾ അറിയിക്കുന്ന വിവരം. INS ചെന്നൈ കപ്പലിൽ നിന്നും സ്പീഡ് ബോട്ടിലാണ് നാവികസേന കമാൻഡോകൾ ആയ മാർക്കോസ് ഈ കപ്പലിൽ പ്രവേശിച്ചതും അതിനുശേഷം ഡെക്കിലടക്കം പരിശോധന നടത്തി. എന്തായാലും പരിശോധനയിൽ മറ്റ് ഏറ്റുമുട്ടലോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. 15 ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 21 ജീവനക്കാരും സുരക്ഷിതരാണ്. ഇവരെ ഈ കപ്പലിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ INS കപ്പലിന് സമീപത്ത് വെച്ച് ഈ കപ്പൽ ഇപ്പോൾ ഇതിൻ്റെ വൈദ്യുതി അടക്കമുള്ള ഉൽപ്പാദിച്ച ശേഷം പിന്നീട് യാത്ര പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ കപ്പൽ മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയിക്കുന്ന വിവരം. ഇന്നലെ വൈകിട്ടാണ് 7 പേരടങ്ങുന്ന കടൽ കൊള്ളക്കാർ സൊമാലിയൻ തീരത്ത് വെച്ച് MV ലീല എന്ന ഈ കപ്പൽ കൊള്ളയടിച്ചത്. അതിനുശേഷം പിന്നീട് കപ്പൽ മുന്നോട്ട് പോകുന്തോറും ഈ നാവികസേനയ്ക്ക് ഇതിൻ്റെ വിവരം ലഭിച്ചിരുന്നു. പിന്നീട് നാവികസേന നടത്തിയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാവികസേന വിമാനം ശക്തമായ നിരീക്ഷണം നടത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് INS ചെന്നൈ ഈ സ്ഥലത്തെത്തുകയും പിന്നീട് ദൗത്യം ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും നാവികസേന കമാൻഡേഴ്സ് നടത്തിയ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായി തന്നെ കപ്പൽ ജീവനക്കാരെ അടക്കം സുരക്ഷിതമായി മോചിപ്പിക്കാൻ സാധിച്ചു. 15 ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരായി ഇരിക്കുന്നു എന്നാണ് നാവികസേന അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം അറബിക്കടലിൽ നിരീക്ഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശം നാവികസേന മേധാവി നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ഏതാണ്ട് 4 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ വിന്യസിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കുന്നു എന്നാണ് ഇപ്പോൾ നാവികസേന മേധാവി അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ സൊമാലിയ തീരത്തും ഈ ഒരു നാവിക സേനയുടെ കപ്പലും അതോടൊപ്പം തന്നെ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലും ഇപ്പോൾ സൊമാലിയ തീരം വിടുമെന്നാണ് നാവികസേന ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ ദൗത്യത്തിന്റെ അടക്കം വീഡിയോ ഇപ്പോൾ നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. നിരീക്ഷിക്കാനെത്തിയ ഹെലികോപ്റ്ററിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണെന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും സ്പീഡ് ബോട്ടിലെത്തിയ മാർക്കോസ് സംഘം അത് കപ്പലിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം ഈ കപ്പൽ ജീവനക്കാരെ അടക്കം മോചിപ്പിക്കുന്നുണ്ട്. മറ്റേറ്റുമുട്ടലിലേക്ക് ഒന്നും പോവാതെ തന്നെ ദൗത്യം വിജയിച്ചു എന്നാണ് നാവികസേന അറിയിക്കുന്നത്. ശക്തമായ മുന്നറിയിപ്പ് നാവികസേനയുടെ ഭാഗത്തും നൽകിയിരുന്നു. തുടർച്ചയായുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് കടൽ കൊള്ളക്കാർ ഈ ഒരു ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് പോയതെന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്നത്. നിതിൻ, നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതിൽ സായുധരായ 6 പേരുണ്ടായിരുന്നു. അവർ ഇന്നലെ ഈ കപ്പലിനെ റാഞ്ചുന്ന സമയത്ത് വെടിയുതിർക്കുകയും ചെയ്തു എന്ന് കപ്പലിലുള്ളവർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഏറ്റുമുട്ടലിൽ ഇന്ന് നിൽക്കാൻ അവർക്ക് പറ്റുമായിരുന്നില്ല. നാവികസേനയുടെ വലിയ മുന്നറിയിപ്പ് തന്നെയുമല്ല, ഈ മറൈൻ കമാൻഡോസ് ഇരച്ച് കയറുമ്പോൾ കപ്പൽ ആളുണ്ടായിരുന്നില്ല, ഈ കടൽ കൊള്ളക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ ഡക്കിലാകെ വിശദമായ പരിശോധന നടത്തി ആരും അതിലില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കപ്പൽ യാത്ര തുടർന്നത്. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷേ ഇത് നിതിൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നൽകിയത്. കൂടുതൽ വിവരങ്ങൾ സേന തന്നെ ഔദ്യോഗികമായി അറിയിക്കുമായിരിക്കും അല്പസമയത്തിനകം, അല്ലേ? ഈ ഓപ്പറേഷൻ്റെ മറ്റു വിശദാംശങ്ങൾ. തീർച്ചയായും വിജയകുമാർ, ഇപ്പോൾ സേന ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തുവിടും. വൈകാതെ തന്നെ സൊമാലിയ തീരം ഈ കപ്പൽ വിടുമെന്നാണ് സേന ഏറ്റവും ഒടുവിലായി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. അതിനുശേഷം കപ്പലിലെ ജീവനക്കാർ എല്ലാം തന്നെ സുരക്ഷയെ തന്നെ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു. കാരണം കപ്പൽ പൂർണ്ണമായും ഈ കടൽ കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കപ്പൽ ജീവനക്കാർ ഉടൻ തന്നെ നാവികസേന വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് നാവികസേനയുടെ വിമാനമാർഗം ഈ കപ്പലിന്റെ നിരീക്ഷണം അല്ലെങ്കിൽ കപ്പൽ എങ്ങോട്ടേക്ക് നീങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാൻ സാധിച്ചു. ഈ ഒരു
സാഹചര്യത്തിൽ തന്നെ ഈ കപ്പലിനെ രാവിലെ മുതൽ തന്നെ കപ്പൽ എങ്ങോട്ടേക്ക് നീങ്ങുമെന്ന് നാവികസേന കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നാലെ തന്നെയാണ് INS ചെന്നൈ അവിടെ എത്തുകയും അതിനുശേഷം ദൗത്യം ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഹെലികോപ്റ്ററിൽ നിന്ന് നൽകിയ ശക്തമായ മുന്നറിയിപ്പിനെ തുടർന്ന് ഈ കടൽക്കൊള്ളക്കാർ പിൻവാങ്ങി എന്നാണ് ഇപ്പോൾ നാവികസേന അറിയിക്കുന്നത്. ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം എപ്രകാരമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ നാവികസേന ഒരു വിവരങ്ങൾ പങ്കുവെക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഈ കപ്പൽ ഇപ്പോൾ സുരക്ഷിതമായി തന്നെ നാവികസേനയുടെ നിയന്ത്രണത്തിലായിട്ടുണ്ട്. വൈകാതെ സൊമാലിയൻ തീരം വിട്ടതിന് ശേഷമാകും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നാവികസേന പങ്കുവെക്കുക. എന്തായാലും ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം ഏതാണ്ട് 21 ജീവനക്കാരും ഇന്ത്യക്കാരടക്കമുള്ള 21 ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് ഇപ്പോൾ നാവികസേന അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിലടക്കം ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യെസ്, എന്തായാലും കപ്പൽ മോചിപ്പിച്ചു. അതിലെ നാവികരൊക്കെ സുരക്ഷിതരാണ്. അതിൻ്റെ ഔദ്യോഗികമായി നാവികസേന പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കൂടുതൽ വിവരങ്ങൾ, ഒരുപക്ഷെ ഓപ്പറേഷൻ്റെ മറ്റ് വിശദാംശങ്ങൾ സേന അല്പസമയത്തിനകം നൽകുമെന്നാണ് കരുതുന്നത്. കമാൻഡോകൾ കപ്പലിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ആ സമയം അതിന് തൊട്ടു മുമ്പ് ഈ കടൽ കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ച് കടന്നു എന്നതാണ് പ്രാഥമിക വിവരങ്ങൾ. നിതിൻ അംബുജനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ ഏറ്റുമുട്ടി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും. സംസ്ഥാനത്തെ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. എന്നാൽ കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. മുഹമ്മദ് റിയാസിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രൊമോഷനാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. സോഷ്യൽ മീഡിയ ഇടപെടലുകൾ തുടരുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മറുപടി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. BJP രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റെടുത്തായിരുന്നു കാസർകോട്ടെ പരിപാടി. സംഘാടനം BJP നേതൃത്വം. ബൂത്ത് തലം മുതൽ അണികളെത്തി. എന്നാൽ തുടക്കം മുതൽ നാടകീയത. മംഗളൂരുവിലിറങ്ങേണ്ട വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, വി മുരളീധരൻ എന്നിവർ നേരിട്ടു പങ്കെടുക്കില്ലെന്ന് അവസാന നിമിഷം അറിയിച്ചു. പരിപാടി തുടങ്ങി വേദിയിൽ അവശേഷിച്ചത് ഇടതു വലത് ജനപ്രതിനിധികൾ മാത്രം. ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ അണികളുടെ ഇറങ്ങിപ്പോക്ക്. കാസർഗോഡിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരവും ആഹ്ലാദ നിർഭരവുമായ ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടകർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഇവിടെ എത്താൻ സാധിക്കാത്തത് ദൗർഭാഗ്യകരമാണ്. തുടർന്ന് ചടങ്ങ് രാഷ്ട്രീയ വാക്പോരിന് വേദിയായി. ഓൺലൈൻ പ്രസംഗത്തിനിടെ ആദ്യം തുടങ്ങിയത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിനുള്ള പ്രൊമോഷനാണെന്ന് പരിഹാസം. അരിക്കൊമ്പൻ റോഡ് എന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട്. പിന്നാലെ എത്തി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സംസാരത്തിനിടയിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രചരണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങൾ ഇനിയും തുടരും. കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വരുന്നതല്ല. കേരളത്തിലെ ഒരു പൗരൻ നൽകുന്ന നികുതി പണത്താൽ നിറയുന്ന ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ്. അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ അവകാശമാണ്, അതല്ലാതെ ഔദാര്യമല്ല. രാഷ്ട്രീയ പോർവിളിക്കിടെ വിവിധ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. 24 കാസർഗോഡ്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പാർട്ടി സെക്രട്ടറി. പ്രധാനമന്ത്രിയുടെ തൃശൂർ പ്രസംഗത്തിൽ വിമർശനം കടുപ്പിച്ച് CPIM. കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് തടസ്സമെന്ത് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. സ്വർണ്ണക്കടത്തു കേസിൽ കേന്ദ്ര സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയാണെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി തൃശൂരിൽ നടത്തിയ പ്രസ്താവനയെയാണ് CPIM രൂക്ഷമായി വിമർശിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. കേസ് അന്വേഷിക്കാൻ എന്തായിരുന്നു തടസ്സം? ആളെ പറ്റിക്കാൻ പൈങ്കിളി കഥകളുമായി ഇറങ്ങുകയാണ് പ്രധാനമന്ത്രിയും BJPയുമെന്ന് MV ഗോവിന്ദൻ. കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും നടത്തുന്ന വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച്, പ്രധാനമായിട്ട് അവിടെയാണ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റുമല്ല, പൂർണ്ണമായിട്ടും കേന്ദ്ര ഏജൻസികളാണ്. എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടവർ കേന്ദ്ര ഏജൻസികളാണ്. അന്വേഷണം RSS BJP കേന്ദ്രങ്ങളിലേക്ക് നീണ്ടതോടെയാണ്
കേസിലെ കഥാനായിക RSS ക്യാമ്പിലെത്തിയതെന്ന് LDF കൺവീനർ EP ജയരാജൻ. ഇത് അവരിലേക്ക് BJP RSSലേക്ക് ഇതിൻ്റെ മുന നീണ്ടുപോയി. അങ്ങനെയാണല്ലോ ഇതിലെ കഥാനായിക RSSൻ്റെ ക്യാമ്പിലെത്തിയതും അവർ സംരക്ഷിച്ചതും അവർ ജോലി കൊടുത്തതും ഇപ്പോഴും അവർ കൊണ്ടു നടക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ നേരേക്ക് ഇത് ചാടിക്കടന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും അന്വേഷണ ഏജൻസികളുടെയും ഔദാര്യം മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. 3 ഏജൻസികൾ 1 വർഷം അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വരാത്തൊരു കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2 പ്രാവശ്യമായി ഈ രൂപത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുകയാണ്. വനിതാ സംവരണ നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും AK ബാലൻ ആരോപിച്ചു. 24 തിരുവനന്തപുരം. തേക്കിൻകാട് മൈതാനിയിലെ BJP യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ BJP തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തു. യുവമോർച്ച നേതാവ് മനോജ് 1-ാം പ്രതിയും BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസ്. ആൽമരക്കൊമ്പ് മുറിച്ച് വിശ്വാസത്തെ പ്രധാനമന്ത്രി വ്രണപ്പെടുത്തിയെന്ന് TN പ്രതാപൻ MP കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിലാണ് BJP ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തത്. യുവമോർച്ച നേതാവ് മനോജിനെ 1-ാം പ്രതിയും BJP ജില്ലാ അധ്യക്ഷൻ KK അനീഷ് കുമാറിനെ 2-ാം പ്രതിയുമാക്കിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. തലയ്ക്കു പരിക്കേറ്റ KSU പ്രവർത്തകൻ സലീമുദ്ദീൻ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ആൽമരക്കൊമ്പ് മുറിച്ച് വിശ്വാസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രണപ്പെടുത്തിയെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ നായ്ക്കനാലിലെ ആൽമരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയോ ഒന്നും അനുമതിയില്ലാതെ മുറിച്ച് മാറ്റുന്ന സാഹചര്യമാണ് അതിന് പകരമുണ്ടായത്. TN പ്രതാപൻ MPക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. TN പ്രതാപൻ SDPI തേജസ് വാരിക ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രം പുറത്തുവിട്ടാണ് B ഗോപാലകൃഷ്ണന്റെ ആരോപണം. PFIയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ TN പ്രതാപൻ K സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു. അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗത്തിലെയും 20-ലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 തൃശൂർ. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്നും അടുത്തുപോയാൽ കരിഞ്ഞു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കറപുരളാത്ത കൈയാണ് മുഖ്യമന്ത്രിയുടേത്. അദ്ദേഹത്തിൻ്റേത് സംശുദ്ധ രാഷ്ട്രീയമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ എന്തെല്ലാം അന്വേഷണം 6-7 ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തിക്കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അതാ കാര്യം. പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത്. നിങ്ങൾക്ക് ആഗ്രഹിക്കാനിട്ടല്ല, BJP ആഗ്രഹിക്കാനിട്ടല്ല, UDF ആഗ്രഹിക്കാനിട്ടല്ല. പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ. അതാ കാര്യം കേട്ടാ, കരിഞ്ഞു പോകും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുള്ള വീഡിയോ ഗാനം CPM-നകത്തും പുറത്തും ചർച്ചയാകുന്നു. തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായും പിണറായി വിജയനെ അവതരിപ്പിക്കുന്ന ഗാനം ഇതിനോടകം വൈറലാണ്. VS അച്യുതാനന്ദനെയും P ജയരാജനെയും എല്ലാം പുകഴ്ത്തി പുറത്തുവന്ന ഗാനങ്ങളെ തള്ളിയ പാർട്ടി പിണറായി സ്തുതിയിൽ മൗനം പാലിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് വിവാദം ഗൂഢാലോചന എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം. തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് CPIM തയ്യാറെടുക്കുമ്പോഴാണ് ഈ വൈറൽ പാട്ട്. തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി നിഷാന്ത് നിളയാണ് വീഡിയോ ഗാനം സംവിധാനം ചെയ്തിരിക്കുന്നത്. P ജയരാജനെ പുകഴ്ത്തി സൈബർ ഇടങ്ങളിൽ പ്രചരിച്ച ഗാനത്തിനെതിരെ കർശന നിലപാടാണ് CPIM സ്വീകരിച്ചത്. മുൻപ് VSന്റെ കാര്യത്തിലും വ്യക്തി ആരാധനയ്ക്കെതിരാണ് എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്.
പിണറായിയുടെ കാര്യത്തിൽ പാർട്ടി മൗനത്തിലാണെങ്കിലും സൈബർ ഗ്രൂപ്പുകളിൽ CPIM അനുകൂലികൾ തന്നെ വിമർശനവുമായി രംഗത്തുണ്ട്. BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ട്രോളുകളായും രംഗത്ത് വന്നു കഴിഞ്ഞു. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പോലീസിനെതിരെ CPIM നേതാക്കൾ. പോലീസിനെ കടന്നാക്രമിച്ച കണ്ണൂരിലെ CPIM പഴയങ്ങാടി മർദ്ദന കേസിലെ അറസ്റ്റും വിജിൻ MLAയോടുള്ള മോശം പെരുമാറ്റവുമാണ് പ്രകോപനം. കളക്ടറേറ്റ് പരിസരത്ത് ബോധപൂർവം പ്രകോപനമുണ്ടാക്കിയത് പോലീസെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. ആഭ്യന്തര വകുപ്പിനെതിരായ തുടർ പരാതികളിൽ മിതത്വം പാലിച്ച കണ്ണൂർ പാർട്ടി ഒടുവിൽ ന്യായീകരണ ലൈൻ കൈവിട്ടു. പഴയങ്ങാടിയിലെ കരിങ്കൊടി പ്രതിഷേധക്കാരെ മർദ്ദിച്ച കേസിൽ DYFI പ്രവർത്തകരെ വ്യാപകമായി വീടുകയറി പിടികൂടിയതും വിജിൻ MLAയ്ക്ക് സമരവേദിയിൽ കണ്ണൂർ ടൗൺ SIയോട് പോരടിക്കേണ്ടി വന്നതുമാണ് ഒടുവിലത്തെ പ്രകോപനം. മർദ്ദനക്കേസിൽ പഴയങ്ങാടിയിലെ പാർട്ടിയിൽ അതൃപ്തി പുകഞ്ഞതോടെ നേരിട്ടിറങ്ങി CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കേസെടുത്ത പോലീസിനോട് കേസെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കലിപ്പൊന്നുമില്ല. പക്ഷേ ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. പോലീസ് രാജിന് നിന്നുതരില്ലെന്ന് മാടായി ഏരിയ സെക്രട്ടറി V വിനോദ്. ഉൾപ്പെടെയുള്ളവരും ഇത് കർത്തവ്യമൂഢന്മാരെ പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് നാട് പോയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. വിജിൻ MLAയെ പ്രകോപനമില്ലാതെ കണ്ണൂർ ടൗൺ SI അപമാനിച്ചുവെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. ഗുരുതര വീഴ്ച മറയ്ക്കാൻ പോലീസ് പ്രകോപനമുണ്ടാക്കിയെന്ന് LDF കൺവീനർ EP ജയരാജൻ. അത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചുവെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. KGNA സമരത്തിൽ പങ്കെടുത്ത 100-ലധികം പേർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിലും പാർട്ടിയിൽ അതൃപ്തിയുണ്ട്. 24 കണ്ണൂർ. അതേസമയം കണ്ണൂരിൽ നഴ്സസ് സമരത്തിനിടെ SI മോശമായി പെരുമാറിയെന്ന വിജിൻ MLAയുടെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ്. കണ്ണൂർ ടൗൺ SI PP ഷമീലിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. SP-ക്കാണ് അന്വേഷണ ചുമതല. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ദീപക്, ഈ അന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് മുമ്പ് തന്നെ ഈ ടൗൺ SIയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ആ പാർട്ടി നേതൃത്വത്തിൻ്റെ വിമർശനമാകെ ഈ ഉദ്യോഗസ്ഥനെതിരാണ്. അപ്പോൾ സ്വാഭാവികമായും ചില നടപടിയിലേക്ക് പോകും എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? വിജയകുമാർ, ഇതിൽ LDF കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ മുതൽ നിരവധി CPM നേതാക്കൾ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, അതുപോലെ തന്നെ മാടായി ഏരിയ സെക്രട്ടറി, ഇവരെല്ലാം തന്നെ പോലീസിനെ കഴിഞ്ഞ കുറച്ചു കാലം ഇല്ലാത്ത വിധത്തിൽ പോലീസിനെ പരസ്യമായി വിമർശിക്കുന്നു. അതിന് തൊട്ടുപുറകെയാണ് വിജിൻ MLA സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ നടപടിയുടെ എന്തായാലും SIക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഉന്നത പോലീസ് വൃത്തങ്ങളുമായി സംസാരിക്കുന്ന സമയത്ത് അത്തരം സൂചനകളാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ACP കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് രത്നകുമാറിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിശ്ചയിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ SIക്കെതിരെ, കണ്ണൂർ ടൗൺ SIക്കെതിരെ പ്രാഥമികമായി തന്നെയുള്ള നിഗമനം പ്രോട്ടോകോൾ ലംഘനവും സുരക്ഷാ വീഴ്ചയും, അതായത് സിവിൽ സ്റ്റേഷൻ പോലുള്ള കളക്ടറേറ്റ് പോലുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു പ്രതിഷേധത്തെയും കടത്തിവിടാതിരിക്കുക എന്നുള്ളത് സ്ഥലത്തെ പോലീസിന്റെ പ്രാഥമികമായ ചുമതലയാണ്. ആ ചുമതലയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, പ്രോട്ടോകോളിൽ DGPക്ക് മുകളിലാണ് MLA. പക്ഷേ എന്നാൽ SI ആയ എൻട്രി കേഡർ ഉദ്യോഗസ്ഥൻ അപമര്യാദയോടെ പെരുമാറിയിട്ടുണ്ട്. ഈ പ്രഥമ ദൃഷ്ട്യാ രണ്ട് കുറ്റങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ടിലും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ, SIക്ക് വീഴ്ച പറ്റിയ പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നടപടിയുടെ ഭാഗമായുള്ള പ്രാഥമികമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണമാണ് ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസ് മേധാവി, സിറ്റി പോലീസ് കമ്മീഷണർ ഉത്തരവിട്ടിരിക്കുന്നത്. വിജയകുമാർ. യെസ്, കണ്ണൂർ ടൗൺ SIക്കെതിരായ പരാതിയിലാണ്, വിജിൻ MLAയുടെ പരാതിയിലാണ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. പ്രാഥമിക നിഗമനം അനുസരിച്ച് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. നടപടിയിലേക്ക് നീങ്ങും എന്ന സൂചന ശക്തവുമാണ്. ദീപക് ധർമ്മടമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. മനസ്സു തുറന്ന് K മുരളീധരൻ.
കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് കെ മുരളീധരൻ എം പി. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കൂടിയാലോചനയ്ക്ക് തയ്യാറാകണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ വടകരയിൽ തന്നെ ആയിരിക്കും മത്സരിക്കുക. തരൂർ തരംഗമില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു. 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ മനസ്സ് തുറക്കുകയായിരുന്നു കെ മുരളീധരൻ. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾക്കു കാരണം കൂടിയാലോചന ഇല്ലാത്തതാണ്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അത് പരിഹരിച്ച് തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ തയ്യാറാകണമെന്നും കെ മുരളീധരൻ എം പി പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവും ഒക്കെ അവരുടെ ലീഡർഷിപ്പിൽ മറ്റെല്ലാ സീനിയർ നേതാക്കന്മാരും, ഇപ്പോൾ മുൻ പ്രസിഡന്റുമാരുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയറായിട്ടുള്ള കുറേ നേതാക്കന്മാർ, അവരൊക്കെ ആയിട്ടൊരു കൂടിയാലോചനയിലൂടെ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി ഇട്ട് മുന്നോട്ട് നീങ്ങിയാൽ, ഞാൻ പറയുന്നത് പാർലമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ വിജയത്തിനെക്കുറിച്ച് ആർക്കും വലിയ സംശയമൊന്നുമില്ല, പക്ഷേ പഞ്ചായത്ത് അസംബ്ലി ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയം കോൺഗ്രസിനും UDFനും ഉണ്ടാവും. തരൂർ തരംഗം കോൺഗ്രസിലില്ല. കോൺഗ്രസ് തലപ്പത്തിരിക്കാൻ അദ്ദേഹം പറ്റില്ലെന്ന് നിലപാടാണ് ഞാൻ എടുത്തത്. കാരണം മെയ്വഴക്കമില്ല. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനെ അത് പറ്റൂ എന്നും തുറന്നടിച്ചു കെ മുരളീധരൻ. കോൺഗ്രസിൻ്റെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലൊരു മെയ്വഴക്കം ഉണ്ടാവണം, പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരനാകണം. അങ്ങനെ ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറ്റില്ല. പക്ഷേ വർക്കിംഗ് കമ്മിറ്റി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ സേവനവും കഴിവും പ്രയോജനപ്പെടുത്തുക, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു തരംഗവുമില്ല. പോലീസിനെയും അതിരൂക്ഷമായാണ് കെ മുരളീധരൻ അഭിമുഖത്തിൽ വിമർശിച്ചത്. പോലീസ് ഇത്രയും മോശമായ സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും ഭരണകക്ഷി MLAക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. പോലീസ് പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോയി. ഇനി നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായി UDF തിരിച്ചു വന്നാലും ഈ സെറ്റപ്പിൻ്റെ ഒരു റിയാക്ഷൻ ഒന്നുണ്ടാവും. ഞാൻ പോലീസിൻ്റെ പോക്ക് ഇത്രയും അതപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. 24 റിപ്പോർട്ടർക്കെതിരെ കേസെടുത്തത് പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ കാരണമായ ദൃശ്യങ്ങൾ 24 സംപ്രേഷണം ചെയ്തുകൊണ്ടാണെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. അത് എറിഞ്ഞത് നിങ്ങൾ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തപ്പോൾ കേസ് കോടതിയിൽ പോയി, വധശ്രമത്തിന് കേസെടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ കാസറ്റാണ് കാണിച്ചു കൊടുത്തത്. ദൂരെ നിന്ന് ഷൂ എറിഞ്ഞാൽ എങ്ങനെയാണ് വധശ്രമാവുക? അവർക്ക് ജാമ്യം കിട്ടി. ആ ദേഷ്യം നിങ്ങളോട് തീർത്താം. ക്യാമറമാൻമാരായ പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദരനുമൊപ്പം ദീപക് ധർമ്മടം, 24. എറണാകുളം DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി. യൂത്ത് കോൺഗ്രസ് തൃക്കാക്കര വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് PN നവാസ്, നിസാമുദ്ദീൻ എന്നിവരെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടിയാണ് DCCയുടെ ഈ നടപടി. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, നേരത്തെ ഈ തൃക്കാക്കരയിലെ പ്രശ്നങ്ങൾ, അതിൽ ഉമാ തോമസ് MLA ഒരു നടപടി എടുത്തിരുന്നു. പാർട്ടി നേതൃത്വത്തിന്, KPCC അധ്യക്ഷന് പരാതി നൽകും DCC പ്രസിഡന്റിന്റെ നടപടികൾക്കെതിരെ എന്ന വാർത്ത ഇന്നലെയാണ് വന്നത്. അതിന് പിന്നാലെ ഇപ്പോഴിതാ ഈ മേഖലയിലെ കൂടുതൽ നേതാക്കൾക്കെതിരെ DCC നടപടി എടുക്കുന്നു. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, തൃക്കാക്കരയിൽ AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര് പരസ്യഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. കാരണം A ഗ്രൂപ്പിലെ നേതാക്കളാണ് DCC ഓഫീസിലെത്തുകയും DCC പ്രസിഡന്റിനെ സംഘടനാപരമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ A ഗ്രൂപ്പിലെ നേതാക്കളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് I ഗ്രൂപ്പ് തിരിച്ചടിച്ചിരിക്കുന്നത്. അതിൽ I ഗ്രൂപ്പുകാരനായ DCC പ്രസിഡന്റ് നടപടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണം. യൂത്ത് കോൺഗ്രസ് നേതാക്കളെയാണ് പുറത്താക്കിയിരിക്കുന്നതെങ്കിലും ഉമാ തോമസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നേതാക്കളെ പുറത്താക്കിയെന്നുള്ളതാണ് A ഗ്രൂപ്പിന്റെ ആരോപണം. സംഘടനാപരമായി വലിയ പ്രതിസന്ധികൾ തൃക്കാക്കര മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇത് പുറത്തു വരുന്നത്. AI ഗ്രൂപ്പുകൾ തമ്മിലുള്ള തിരിച്ചടി പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്നായ തൃക്കാക്കരയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ആശങ്ക പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ 6 മാസത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് DCC പ്രസിഡന്റ് കത്ത് നൽകുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിലും AI ഗ്രൂപ്പുകളിലും ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിജയകുമാർ. യെസ്, എറണാകുളത്ത് തൃക്കാക്കരയിലാണ് AI ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത്. അത് പരസ്പരം നടപടിയെടുക്കുന്നതിലേക്കൊക്കെ മാറുകയും ചെയ്യുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്യാംകുമാർ നൽകിയത്. കൊല്ലത്ത് കലക്കൻ കലോത്സവം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലക്കൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. കല്യാൺ സിൽക്സ് 3-in-1 കോംബോ ഓഫർ. ഇനി ഓരോ ഷോപ്പിംഗിലും നേടാം 3 ഇരട്ടി ലാഭം.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടച്ചൂടാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോടിനെ പിന്തള്ളി കണ്ണൂർ ജില്ലയുടെ കുതിപ്പ് തുടരുകയാണ്. 400 പോയിന്റോടെയാണ് കണ്ണൂരിന്റെ മുന്നേറ്റം. 386 പോയിന്റുമായി ആതിഥേയരായ കൊല്ലമാണ് 2ാം സ്ഥാനത്ത്. 385 പോയിന്റുമായി കോഴിക്കോടും പാലക്കാടും 3ാം സ്ഥാനത്ത് തൊട്ടു പിന്നിലുണ്ട്. നിറഞ്ഞ സദസ്സിന്റെ മനസ്സ് നിറച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നാടകങ്ങൾക്ക് കർട്ടൻ വീണത്. ആനുകാലിക രാഷ്ട്രീയം ഒരു മറയും കൂടാതെ പറഞ്ഞ നാടകങ്ങൾ കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. വേദി 2 നാടകത്തറയിൽ ഒന്നാമത്തെ നാടകം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സ് അസ്വസ്ഥമായി. ചുള്ളിക്കാട് എഴുതി മനസ്സിൽ തറപ്പിച്ച തോട്ടി ചൊരുക്കെന്ന പേരിൽ കാണികൾക്ക് മുൻപിൽ. അവതരണം കണ്ണൂർ കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മനുഷ്യ വിസർജ്യം ശുചിയാക്കുന്ന മനുഷ്യരിലൂടെ സമകാലിക രാഷ്ട്രീയം പറയാതെ പറഞ്ഞു. തോട്ടികൾ അവസാനം വിസർജ്യമെറിഞ്ഞത് പോലീസേമാന്റെ മുഖത്തേക്കല്ല, ഉമ്മറത്ത് നിന്ന് ഇറങ്ങിപ്പോയി അടുക്കളയിൽ ഒളിച്ചിരിക്കുന്ന ജാതി ബോധത്തിന്റെ മുഖത്തേക്കാണ്. ബാല്യകാലത്ത് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന്റെ സുഗന്ധവും പേറി തട്ടിൽ കയറിയ കുമരുവിനെ പറഞ്ഞയക്കാൻ സദസ്സ് നന്നേ പാടുപെട്ടു. കോഴിക്കോട്ടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോക്കല്ലൂരിലെ കുട്ടികളാണ് കള്ളന്റെ പ്രണയകാവ്യവുമായി കൊല്ലത്തെത്തിയത്. പിന്നെയും ചിലത് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, നവമാധ്യമങ്ങളുടെ ചതിക്കുഴിയിൽ വീണ് രക്തസാക്ഷിത്വം വഹിച്ചവരുടെ. അങ്ങനെ നാടകവേദി കാണികളെ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു. ഓ മാധവന്റെ കൊല്ലത്ത് അഭിനയത്തിന്റെ പൊടിപൂരം തീർത്ത പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് 100 മകൾ. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, ടീം 24 കൊല്ലം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.